പുറത്തുനിന്ന് കളി പറയാൻ എല്ലാവർക്കും പറ്റും, എന്നാൽ അകത്ത് പോയി കളിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്. പിന്നെ കുറെ പേര് ഇതുപോലെ പറയുന്നുണ്ട്, ഒരാളുടെ അവസരം വേസ്റ്റ് ആക്കിയ പോലെ, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയാനുള്ളത്? റോബിനാണ് എനിക്ക് ഇതിലേക്കൊരു റെഫറൻസ്, ഒരു വീഡിയോ റെഫറൻസ് അടക്കം അയച്ചു തന്നിട്ട്, സായി ഇത് ഇങ്ങനെയാണ്, ഈ വീഡിയോ ഇങ്ങനെ റെഫറൻസ് വെക്കണം, ഇന്നതാണ് കാര്യങ്ങൾ, ഇന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യണം, എനിക്കൊരു റെഫറൻസ് നമ്പർ തന്നു. പിന്നെ അതാണ് എനിക്ക് ഫസ്റ്റ് ഒരാൾ തരുന്നത്, നമുക്കൊരാൾ റെഫറൻസ് തരുന്നത് ആ ഒരു സാധനമാണ്. അപ്പം അത് റോബിനാണ് തന്നത്. അപ്പം റോബിൻ എനിക്ക് തരാൻ കാരണം റോബിനും ഇതേ ആ ഒരു സ്ട്രഗിൾ അറിയാം. അതായത് ഇതിലേക്ക് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളൊരു സ്ട്രഗിൾ റോബിന് കൃത്യമായിട്ട് അറിയാം. അപ്പം റോബിനും സ്ട്രഗിൾ ചെയ്ത് പോയ ഒരാളാണ്. അപ്പം ഞാനാണെങ്കിലും ഞാൻ പറയുന്നില്ല ഞാൻ അയ്യോ ഞാൻ ഒന്നും ഇതിൽ ഇന്നവർ വിളിച്ചിട്ട് കയറിപ്പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും ഈ കുറഞ്ഞ നല്ല സ്ട്രഗിളിങ് ഫേസിലൂടെ ഞാനും പോയിട്ടുണ്ട്. ഞാൻ വളരെ റിയൽ ആയിട്ട് നിന്നത് അതിനകത്ത്. എനിക്ക് സ്നേഹം വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി റൗണ്ട്. കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പുറത്ത് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. എനിക്കിങ്ങനെ എന്താ പറയുക, ഫ്രാക്ഷനിൽ മനസ്സിലാവും. ഓരോ ഫാമിലി വരുമ്പോഴും പുറത്ത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മൈൻഡിൽ മനസ്സിലായിട്ടുണ്ട്. ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വരുന്ന സമയത്ത് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി. കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ക്ലാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് കുറയും. നമ്മളെ സ്ക്രീൻ സ്പേസ് സാറ്റർഡേയോ സൺഡേയോ കുറവായിരിക്കും. ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഇനി വല്ല ഗെയിമിൽ ഇൻവോൾവ്മെന്റ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് ഡ്യൂറേഷൻ കൂടുതൽ വേണ്ട ആളുകളുടെ ഗെയിംസ് അവർ കൂടുതൽ ടൈമിന് വേണ്ടിയിട്ട് ആദ്യം വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്യും ചില ടൈമിൽ. അപ്പം അങ്ങനത്തെ, അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ കൂടുതൽ ഒരു ടോപ്പിക് എടുത്തിടും. ഒരാഴ്ച ഉണ്ടായ ഒരു ടോപ്പിക്ക് ചുമ്മാ എടുത്തിടും. ആ ടോപ്പിക്കിൽ എവിടെയും നമ്മളെ കൂട്ടില്ല. അങ്ങനത്തെ എനിക്ക് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ഇങ്ങനെ. പിന്നെ എനിക്കൊരു സെർട്ടൻ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ വേറൊരു ഗ്രാഫാണ് പോകുന്നത്. അതായത് സായി കൃഷ്ണൻ, ഈ കണ്ണൻ, സീക്രട്ട് ഏജന്റ് എന്നുള്ളത് അങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഒരു ഫേസിലൂടെ പോകുന്നത്. അതെനിക്ക് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി വന്നതിന് ശേഷമൊക്കെയാണ് പിന്നെ എനിക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇങ്ങനൊരു സാധനം, പുതിയൊരു ട്രാക്ക് ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്തിരുന്നത്. ഞാൻ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ അവർക്ക് പുറത്ത് വിടാൻ പറ്റില്ല. എങ്ങനെ വിടാൻ പറ്റും? ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നത് പുറത്ത് വിടാൻ പറ്റില്ലല്ലോ. ഡെഫിനറ്റ്ലി അവർ തിങ്ക് ചെയ്യും. ഞാൻ അങ്ങനെ അതിനകത്ത് വിളിച്ചു പറഞ്ഞിരുന്നത്. അത് ലൈവ് ആണെന്നുണ്ടെങ്കിലും സെർട്ടൈൻ ഡെഫിനറ്റ്ലി അതൊന്നും കാണിക്കാൻ പറ്റുന്ന കേസുകളല്ല. കാരണം ഞാൻ പല കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഇരുന്ന് വിളിച്ച് പറയാറുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് കണ്ട പരിചയമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ തിങ്ക് ചെയ്തത് അവിടെ ബാക്കിയുള്ളവർ എങ്ങനെ ഗെയിം കളിക്കണമെന്നല്ല, ഇവരെന്ത് ഗെയിം തരും, ബിഗ് ബോസിന്റെ ടീം എന്താവും ഇപ്പൊ ചിന്തിക്കുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി ഈ സാധനമാണ് ഞാൻ അവിടെ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം സ്നേഹയും കൂടി സ്നേഹ വന്ന് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ കാര്യം എന്താണ് എങ്ങനെയാന്നുള്ളത്. പലരുടെയും പാരൻസ് എനിക്ക് കറക്റ്റ് അത് ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഏകദേശം അറിയാം കാര്യങ്ങൾ. പക്ഷെ എന്നിട്ടും ഇവൻ വേണ്ട, സാബുചേട്ടൻ ഹോട്ടൽ ടാസ്കിന് വന്നപ്പോഴും വളരെ കൃത്യമായിട്ട് എന്നോട് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സാധനം എപ്പോൾ ഓണാക്കും, ഇപ്പൊ ഒന്ന് ഓണാക്കി കാണിച്ചതാ. അന്ന് ഞാൻ അവിടുന്ന് തന്നെ പുറത്തു പോയിട്ട് അഭിഷേകിനൊപ്പം നിന്ന് പറഞ്ഞിട്ടുണ്ട്, സാബുചേട്ടനല്ല ആരും വന്നിട്ടും കാര്യമില്ല, സീക്രട്ട് ഏജന്റിനെ ഓണാക്കില്ല, സായിയായിട്ട് നിന്നാൽ മതി. ഞാൻ അങ്ങനെയാണ്. കാരണം സായിയായിട്ട് നിന്നതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നാട്ടുകാരും എൻ്റെ വീട്ടുകാരും മുന്നിൽ സായിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരെ മറിച്ച് അവിടെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഞാൻ പൂച്ചക്കുട്ടിയായ നാട്ടുകാരെന്ത് ചെയ്യും? അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ ഇവിടെ പലരുടെയും പ്രശ്നം അതല്ലേ, പലരും രാജാവായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തലകുത്തി മറിയാണ്, പലരും ഇതേ ആറ്റിറ്റ്യൂഡ് നിൽക്കാൻ വേണ്ടി ഇവിടെ തലകുത്തി മറിയാണ്. എല്ലാവർക്കും ആ സാധനം കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതേ പറയുന്ന പൊതുജനം എന്ത് ചെയ്യും? ഇവനാണ് രാജാവ്, ഇവനായിരുന്നോ? ഇതിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുന്നേ ചോദ്യം വരും.